ഹമാസിനെതിരെ ഇസ്രായേലിൻ്റെ യുദ്ധം അതിൻ്റെ പുതിയ തലത്തിലേക്ക് കടന്നിട്ട് 2 ദിവസമായി. ഗസ ഏതാണ്ട് ഓൾമോസ്റ്റ് പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. IDFൻ്റെ അധീനതയിലാണ്. IDF ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് കയറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരിച്ചാൽ സ്വർഗത്തിൽ ചെന്നാൽ 72 ഹൂറിമാരെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഹൂറിമാർക്ക് റെസ്റ്റ് ഇല്ലാത്ത സമയമാണെന്ന് തോന്നുന്നു. കാരണം ഇതാ ഇപ്പോൾ അബു ഷൂജ, മുഹമ്മദ് ജാബർ എന്നറിയപ്പെടുന്ന അബു ഷൂജ, അയാൾ ജിഹാദി കമാൻഡറാണ് വെസ്റ്റ് ബാങ്കിൽ. അയാളെ കൊന്നു. അപ്പോൾ ഹമാസിൻ്റെ വലിയ വലിയ നേതാക്കന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഈ സിൻവർ പള്ളിക്കകത്ത് പെൺവേഷം കെട്ടി ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അബു ഷൂജ എന്ന വീരശൂര പരാക്രമിയായ കൊടും ഭീകരൻ ഒരു മോസ്കിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ പോയി IDF അയാളെ കൊന്നു. അപ്പോൾ യുദ്ധം ഓരോ ദിവസം കഴിയുന്നതോറും ഹമാസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ ഓർമ്മ മാത്രമായി പടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൂറിമാരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടി വരും, കൂടുതൽ ആളുകളെ. ലാറ്ററൽ ഇൻ്റർവ്യൂ എല്ലാം കിട്ടുമോ? അത് ഇതൊന്നും പോരാതെ വരും എന്നുള്ള അവസ്ഥയാണ്. ഇയാൾ അവരുടെ ഈ ഹമാസുമായി ബന്ധപ്പെട്ട ജിഹാദി ഗ്രൂപ്പ് അൽ ഖുദ്സ് ബ്രിഗേഡ്സ്, അതിൻ്റെ തുൾക്കാറം ബ്രിഗേഡിൻ്റെ കമാൻഡറാണ്. അപ്പോൾ തുൾക്കാറം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നൂർ ഷംസ് എന്ന് പറഞ്ഞൊരു റെഫ്യൂജി ക്യാമ്പ്, അഭയാർത്ഥി ക്യാമ്പ്. ഈ ഹമാസിൻ്റെ 1974 74 ഉണ്ടാക്കിയ അഭയാർത്ഥി ക്യാമ്പ്. അത് ഈ ഹമാസിൻ്റെ പല നേതാക്കന്മാരും ഒക്കെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചതെന്ന് നമ്മൾ അവരുടെ ജീവചരിത്രം നോക്കുമ്പോൾ വായിക്കാറുണ്ട്. അതങ്ങനെയല്ലേ പറ്റുള്ളൂ, കാരണം എത്രയോ കാലമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റെഫ്യൂജി ക്യാമ്പിൻ്റെ അടുത്താണ് അയാൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സൈറ്റ് അൽ മയദീൻ എന്ന് പറഞ്ഞതിൻ്റെ അകത്താണ് ഇയാളെ പറ്റിയിട്ടുള്ള വിവരം. അബു ഷൂജ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അബു ഷൂജ എന്ന് കേട്ടു, വളരെ പോപ്പുലറാണ്. ഹമാസ് പോലെ തന്നെ പോപ്പുലർ ആയിട്ടൊരു പേരാണ്. അബു ഷൂജ ആ ഭാഗത്തെ വലിയ ഇവരുടെ വലിയ പുള്ളിയാണ്. അപ്പോൾ നൂർ ഷംസിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ 4 പേരും രക്തസാക്ഷികളായിന്ന് ഈ മറ്റേ മാധ്യമമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അവരുടെ വെടികൊള്ളുമ്പോൾ രക്തം വരുമല്ലോ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉവാസ് അബു ഷൂജ ആരാണ് എന്ന് പറയുന്നിടത്ത് ഇവരുമായിട്ട് അഭിമുഖം കഴിഞ്ഞ മാസം കൊടുത്തിരുന്നു ഇവർക്ക്. അപ്പം അയാൾ പറഞ്ഞു, ഈ ശത്രു എന്നെ കൊന്നാൽ നമ്മൾ തുടരും. ഒരാൾ മരിക്കുന്നത് കൊണ്ട് നമ്മുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തലമുറകൾ ഉയർന്നു വരും. അതിൻ്റെ ഉദാഹരണമാണ് ഈ തുൾക്കാറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ധാരാളം രക്തസാക്ഷികൾ ഉണ്ടാകുന്നതും നമ്മളുടെ പോരാട്ടം തുടരുന്നതെന്ന് കഴിഞ്ഞ മാസം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ അഭിമുഖമായിരിക്കാം അതയാളുടെ, അങ്ങനെയായിരിക്കും. എന്നിട്ട് ഇതിനു മുമ്പ് 3-4 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്രയേൽ. ഇപ്പോഴാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. തുൾക്കാറമിൽ 55 മണിക്കൂർ ഈ പോരാട്ടം ഉണ്ടായിരുന്നു. ഇസ്രയേൽ ഈ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. മൊത്തം 14 മറ്റേ സുഹതാക്കൾ, മാപ്പിളക്കാലത്തെ പ്രയോഗം എടുത്താൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടില്ല. അല്ല, നമ്മുടെ കോഴിക്കോടൊക്കെ ഈ മറ്റേ ഹനയ്യയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്, പോരാട്ടം അവസാനിക്കുന്നില്ല, ചില ബാബറി പള്ളി തിരിച്ചു വന്നിരിക്കും എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ കാണുമല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇതിനകത്തൊരു വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതായത് ഗസയിലായിരുന്നു യുദ്ധം. ഗസയാണ് ഹമാസിൻ്റെ കയ്യിലുള്ളത്. വെസ്റ്റ് ബാങ്ക് പൊതുവിൽ സമാധാനത്തോടെ കഴിയുന്ന സ്ഥലമായിരുന്നു. അവിടെ ഫത്ത പാർട്ടിയാണ് ഭരിക്കുന്നത്. ഹമാസും അവരും തമ്മിൽ കൊടിയ ശത്രുതയാണ്. അവിടേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കയറിയിരിക്കുന്നത്. അവിടേക്ക് ഇസ്രായേൽ കയറിയതിനെ അപലപിച്ചുകൊണ്ട് ഇതുവരെ ഫത്തയോ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന സർക്കാരോ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയപ്പെടാത്തതെന്നതിൽ സാറ് നോക്കുന്നുണ്ടല്ലോ. കാരണം വെസ്റ്റ് ബാങ്ക് യുദ്ധരഹിത മേഖലയായിരിക്കുന്നിടത്തേക്ക് IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കയറിയിരിക്കുകയാണ്. പക്ഷേ ഫത്ത പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല, പലസ്തീൻ സർക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഭരിക്കുന്ന ഗസയിലുള്ള ഹമാസിനെതിരായിട്ടുള്ള ഫത്ത പാർട്ടിയുടെ ഒരു മൗനാനുവാദം ഉണ്ടാവാം. കാരണം ഇവരൊക്കെ ഇവിടെ വെടികൊണ്ട് ചാവുമെന്ന് നടന്നപ്പോഴത്തേക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അത് അവർക്ക് പ്രശ്നമാണ്. ഇവനെയൊക്കെ അങ്ങ് തീർത്തേക്കട്ടെ എന്ന് ഫത്തയും അവിടുത്തെ ഭരണകൂടവും തീരുമാനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഹമാസും തമ്മിൽ ഒട്ടും ചർച്ചയില്ല.
ആകെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഫത്തയെയും ഹമാസിനെയും ഒരുമിപ്പിക്കാൻ 14 ഗ്രൂപ്പുകളെ വിളിച്ചിട്ട് ബെയ്ജിങ്ങിൽ ചർച്ചയൊക്കെ നടത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിക്കാന്നൊക്കെ ഷീ ജിൻപിങ് കരുതിയത് മാത്രമേ ഉള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം ഇപ്പോൾ ഈജിപ്തും മറ്റ് ഖത്തറും ഒക്കെ ഇടപെട്ടിട്ട് കഴിഞ്ഞ ഞായറാഴ്ച കൈറോയിൽ ചർച്ച നടന്നിരുന്നു. ആ കൈറോ ചർച്ചയിൽ നെതന്യാഹു മൊസാദിൻ്റെ ചീഫ് ഡേവിഡ് ബാർണിയെ തന്നെ അയച്ചിരുന്നു. പക്ഷേ നെതന്യാഹുവിന് ആ കൈറോ ചർച്ച തീരെ പിടിച്ചില്ല. ഈ ബാർണിയ മൊസാദിൻ്റെ ചീഫ് കൂടുതൽ ഇളവുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ചർച്ച സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ ഹമാസ് തലവൻ യാഹ്യ സിൻവറിനെ കൊല്ലുക, പുതിയ തലവൻ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഗൗരവമായ ചർച്ചയിലേക്ക് അതിപ്പോൾ അമേരിക്കയുടെ അജണ്ടയിൽപ്പെടുത്തിയിട്ട് അതിന് ഈ അണ്ടർഗ്രൗണ്ട് സ്കാനേഴ്സ്, അതായത് ഭൂമിക്കടിയിൽ ജീവന്റെ അംശം ഉണ്ടെ കണ്ടുപിടിക്കാനുള്ള സവിശേഷമായ റഡാർ സംവിധാനമൊക്കെ ഇസ്രായേലിന് അമേരിക്ക കൊടുത്തു. കാരണം ഒരു തുടക്കത്തിലാണല്ലോ. അപ്പോൾ ഏറ്റവും അമേരിക്ക പറയുന്നത്, CIA തന്നെ പറയുന്നത്, ഇയാൾ സ്ത്രീവേഷം കിട്ടി പർദ്ദ ധരിച്ച് സ്ത്രീകളുടെ കൂടെയാണ് സിൻവർ സഞ്ചരിക്കുന്നത്. ശരിയാണത്. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഹമാസിലാണ്. ഹമാസ് അയാൾക്ക് നന്നായിട്ട് അറിയാം. തുരങ്കമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ശില്പിയാണല്ലോ. അപ്പം സ്ത്രീകളെ അത്ര പെട്ടെന്ന് സൈന്യം ആക്രമിക്കില്ല എന്ന് കണ്ടുകൊണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ പർദ്ദ ധരിച്ച് നടക്കുകയാണ് വീരശൂര പരാക്രമിയായ സിൻവർ. അപ്പോൾ പിന്നെ നെതന്യാഹു പറയുന്നത് ഒരു കാരണവശാലും സമാധാനത്തിന് പുള്ളി തയ്യാറാവില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഫിലാഡൽഫി ഇടനാഴി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഇടനാഴിയിൽ ഗാസയ്ക്ക് തെക്ക് അവിടെ നിന്ന് ആ ഇടനാഴി വഴിയാണ് ഹമാസ് ആയുധം കടത്തുന്നത്. ഹമാസിനുള്ള ആയുധം വരുന്നത് ഈ ഗാസയിൽ തന്നെയുള്ള ഫിലഡൽഫിയ ഇടനാഴി വഴിയാണ്. അപ്പം ഞങ്ങൾ ഈ ഫിലഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഒരു കാരണവശാലും പിൻവാങ്ങില്ല. കാരണം ഹമാസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. പിന്നെ എന്ത് വെടിനിർത്തലും സമാധാനം അല്ല. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുന്നു. ഇസ്രയേൽ അതിഭീകരമായി കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നതിനിടയ്ക്കും ലോകാരോഗ്യ സംഘടനയുടെ ആവശ്യപ്രകാരം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് പകൽ യുദ്ധം നിർത്താൻ ഇസ്രയേൽ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കും. അല്ല, അപ്പോൾ ഈ പരമദുഷ്ടന്മാർ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ കണ്ണിച്ചോരയില്ലാത്തവരാണ് ഈ ഹമാസ് ഭീകരവാദികളെ പോലെ ഇസ്രയേലും എന്ന് പറയുമ്പോഴാണ് ഇസ്രയേൽ ലോകാരോഗ്യ സംഘടനയുടെ അപേക്ഷ മാനിച്ച് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ മറ്റോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ ആ കാര്യത്തിൽ നമ്മൾ ഈ സത്യം പറയണമല്ലോ. ഈ ഒക്കെ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ അങ്ങോട്ടുള്ള വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓറൽ വാക്സിൻ, ഇതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് നിർത്തിയിട്ട് പോളിയോ പടരുന്നതിൽ കഥയൊന്നുമില്ലല്ലോ. 25 കൊല്ലത്തിന് ശേഷമൊക്കെ തിരിച്ചു വരുന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് പോളിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ വാക്സിൻ വഴിയാണ് വരുന്നതെന്നാണ് പറയുന്നത്. കാരണം നിർവീര്യമാക്കപ്പെടുന്ന വാക്സിൻസാണ് ഇവിടെയുള്ളത്, ഈ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളതല്ല വൈറസിനെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വാക്സിൻ ഇൻഡ്യൂസ്ഡ് പോളിയോ ആണ് ഇന്ത്യയിൽ നിന്ന് കണ്ടു. ഈ അവിടെ വാക്സിൻ എടുക്കാത്ത കുഞ്ഞിനാണ് പോളിയോ വന്നത് ഈ ഗാസയിൽ. അപ്പോൾ അത് വലിയ പ്രശ്നമില്ലാതെ തീർന്നോളൂ. ഒരു കുഞ്ഞിനോ മറ്റൊക്കെ അല്ലേ ഉള്ളൂ. അത് ഒരുപാട് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 ദിവസം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, ചെയ്യുന്നുണ്ട്. ഹൂ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്ര വാക്സിൻസ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ ഇസ്രയേൽ പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു അവരുടെ സൈറ്റുകളിലുമൊക്കെ. പിന്നെ നെറ്റ്സാർ എന്ന് പറഞ്ഞൊരു കോറിഡോറും കൂടി ഉണ്ട് ഗാസയുടെ നടുവിൽ കൂടി. ആ കോറിഡോറിൽ കൂടിയാണ് ഹമാസ് ഈ തെക്കോട്ടും വടക്കോട്ടും ഈ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല എന്ന് നെതന്യാഹു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇസ്രായേലിനുള്ളിൽ ഇനി മറ്റൊരു രാജ്യം ഇല്ല. അതെ, അങ്ങോട്ട് കയറി കിടക്കുന്ന ഒരു പരിപാടി, ബൾബ് പോലെ ഉള്ളിലേക്ക് കിടക്കുകയാണല്ലോ, അതില്ല, അത് കട്ട് ചെയ്യും. ഇപ്പം ഗാസ കഴിഞ്ഞ് വെസ്റ്റ് ബാങ്കിലേക്ക് കയറി എന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാവുന്നതാണ് സത്യത്തിൽ ഈ
മറ്റേ ഹമാസിൻ്റെയൊക്കെ ശരിക്കും വേറെ അറുത്ത് കഴിഞ്ഞു. അതാണ് വാസ്തവം. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ കൃത്യമായി കൊല്ലാൻ കഴിയുന്നുണ്ട്. ആയുധമില്ല, പണമില്ല, ഈ ഭക്ഷണമില്ല. ആയുധം കൂടുതൽ കിട്ടിയാലല്ലേ പോരാടാൻ പറ്റും. അതെ അതെ, അതിനുള്ള പൈസയില്ല. എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്തു. അത് മാത്രമല്ല, ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്. യുദ്ധം അവരായിട്ട് തുടങ്ങുന്നതല്ല, അവർക്ക് മേൽ വന്ന് വീഴുന്ന യുദ്ധത്തെ അവർ പ്രതിരോധിക്കും. അതിൻ്റെ ഭാഗമായി പിടിച്ചെടുക്കുന്ന ഭൂവിഭാഗങ്ങൾ തിരിച്ചു കൊടുക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ പോളിസി. അങ്ങനെയാണ് ഗോലാൻ കുന്നുകളൊക്കെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഗസയും ചിലപ്പില്ല എന്ന് മാത്രമല്ല, ഈ 2048 100 വർഷമാവുമല്ലോ ഇസ്രായേൽ വന്നിട്ട്. അപ്പോൾ ഈ ഒക്യുപ്പൈഡ്, ഇപ്പോൾ ഈ ഗാസ, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പണിയേണ്ട അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളുടെ ഒക്കെ ഡിസൈനൊക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അല്ല, വെസ്റ്റ് ബാങ്കിൽ തന്നെ അവരൊരു ജൂസിൻ്റെ കോളനി ഉണ്ടാക്കാൻ പോവാം. അതും വന്നിട്ടുണ്ട്. അതെ, അതാണ് ഈ താമസ സ്ഥലങ്ങൾ ഒരുക്കുകയാണ് ജൂതന്മാർക്ക്. ഇവര് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കോട്ടെ എന്നാണ്. പക്ഷെ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടല്ലോ. അതാണ് കാരണം സമാധാനം ഉള്ള സ്ഥലത്തല്ലേ കച്ചവടമൊക്കെ നടക്കുള്ളൂ. ഈ ആകെ ഇവർക്ക് അറിയാവുന്നത് വെടിവെക്കുക, ആളുകളെ കൊല്ലുക എന്നുള്ളതാണല്ലോ. വേറെ പണിയൊന്നും അറിയില്ലല്ലോ. ആരെയും കിട്ടില്ല, തന്നെ താൻ വെടിവെക്കും. അതെ, അങ്ങനെയും ചെയ്യും, വേറെ ആരെങ്കിലും ഒക്കെ. അപ്പോൾ മറ്റേ ഫത്താക്കാരെ വെടിവെക്കാമല്ലോ, ഫത്തയ്ക്ക് ഇങ്ങോട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെ ഒന്നും ഒരു സ്ഥലത്തും അടുപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേറെ ഒരു രാജ്യവും അടുപ്പിക്കില്ല. ഇവിടെ ഇരുന്ന് ചാവുക എന്നുള്ള ഒരു വഴി മാത്രമേ ഇപ്പോൾ അവിടെ. ഏതായാലും ഓരോ ദിവസവും നമ്മൾ ഈ വലിയ വലിയ നേതാക്കന്മാരുടെ ഷൗജ എന്നൊക്കെ പറയുന്ന വലിയ മഹാന്മാരായ ഇവരുടെ നേതാക്കന്മാരുടെ ചരമവാർത്ത കേട്ട് എനിക്ക് സഹതാപമൊന്നുമില്ല. ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടാൽ അത്രയും ലോകത്തിന് നല്ലത്. ഈ അറിയപ്പെടുന്ന ആളുകളൊക്കെ തീരെ ഇപ്പോൾ യാഹ്യ സിൻവർ തീർന്നു കഴിയുമ്പോൾ ആ കഥ തീർന്നു. പിന്നെ ഖത്തറിൽ നിന്ന് കൊണ്ടുവരണം. ഒളിവിൽ സുഖമായിട്ട് താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഖത്തർ വേണ്ടാന്ന് വെച്ചിട്ട് ഹമാസിൽ വെടികൊണ്ട് ജാകാനൊന്നും വരില്ല. അവിടെ വലിയ സൗകര്യത്തിൽ നീന്തൽക്കുളമൊക്കെയുള്ള ബംഗ്ലാവുകളിലൊക്കെയാണ് ഖത്തർ ആയതുകൊണ്ട് അവരവിടെ ജീവിക്കുന്നു. കാരണം ഖത്തറിൻ്റെ പ്രൊട്ടക്ഷൻ അമേരിക്കയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിലാണെങ്കിൽ അവിടെ പോയി ഇസ്രായേൽ തീർത്തേനെ, അത് ചെയ്തേനെ. അതുകൊണ്ടാണ് ഖത്തറിൽ ചെയ്യാതെ ഇറാനിൽ ചെയ്തത്, ഹാനിയുടെ കാര്യം. അതെ അതെ.